Cyclotron. Cyclotron is a device used to accelerate charged particles. It was designed by E.O. Lawrence and M.S. Livingston. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ എ നമ്പർ ഓഫ് ടൈംസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് ഹൈ എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ. ഇത് സാധ്യമാകുന്നത് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോഴാണ്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോസ് എ സർക്കുലാർ പാത്ത്. വി ഓൾറെഡി നോ. ഇനി സൈക്ലോട്രോൺ ഫ്രീക്വൻസി. We have centripetal force mv square by r is equal to qvb and radius of the circle described by the particle r is equal to mv by qb and the time period of rotation is t is equal to 2 pi r by v is equal to 2 pi m by qb. We know, and already we know that thus the frequency f is equal to 1 by t is equal to qb by 2 pi m, and the frequency is f is equal to qb by 2 pi m is known as cyclotron frequency. Then what is cyclotron? നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതൊരു ഡിവൈസാണ്. നമ്മൾ ഫിഗറിൽ അതിൻ്റെ സിംബോളിക്കായിട്ടുള്ള പിക്ചറൈസേഷൻ കാണുന്നുണ്ട്. രണ്ട് ഡീസ്, D1 ആൻഡ് D2, ഡീസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ഡീസ് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ ഇലക്ട്രോ മാഗ്നറ്റ് നോർത്ത് പോളും മുകളിലുള്ള ഇലക്ട്രോ മാഗ്നറ്റ് സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഈ ഡീസ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലായാണ് ഇരിക്കുന്നതെന്ന്. ഇനി എക്സ്റ്റേണലി നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള ഓസിലേറ്റർ മുഖേനയാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ ചാർജ് പാർട്ടിക്കിൾ ഫോളോസ് എ സർക്കുലർ പാത്ത്. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് രണ്ട് ഡീസിനും പൊളാരിറ്റി ഉണ്ടാകുന്നുണ്ട്, ഓപ്പോസിറ്റ് പൊളാരിറ്റി. D1 പോസിറ്റീവ് ആണെങ്കിൽ D2 നെഗറ്റീവ് ആയിരിക്കും. The whole device is kept in high vacuum so that air molecules do not collide with charged particle. ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് കടക്കാം. പോസിറ്റീവ് അയോണാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പോസിറ്റീവ് അയോൺ എൻറ്ററിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 Ds ഗെറ്റ്സ് ആക്സിലറേറ്റഡ് ടുവേർഡ്സ് D1 ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ പോസിറ്റീവ് അയോൺ ആദ്യമായി D1ലേക്ക് ആക്സിലറേറ്റ് ചെയ്തു പോവാണ്. കാരണം D1 ആ സമയത്ത് നെഗറ്റീവായിരിക്കും, നെഗറ്റീവ് പൊളാരിറ്റിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു സെമി സർക്കുലാർ പാത്ത് ഫോളോ ചെയ്ത് D1ലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നു. ഇനി അവിടെ എത്തി ആ സെമി സർക്കുലാർ പാത്ത് എഗെയിൻ കംപ്ലീറ്റ് ചെയ്ത് എത്തുമ്പോഴേക്കും D2 becomes negative and D1 becomes positive. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പൊളാരിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ എഗെയിൻ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് ടുവേർഡ്സ് D2. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോസ് എ സർക്കുലാർ പാത്ത്. ഓരോ സമയവും അതിൻ്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്.
റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. അങ്ങനെ നമുക്ക് ഹൈലി ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ലഭിക്കുന്നു. ഈ ഹൈലി ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന എക്സിറ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് നമുക്ക് ലഭിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, the positive ion entering the gap between two Ds gets accelerated towards D1 if it is negative. The perpendicular magnetic field throws it into a circular path. If D1 becomes positive and D2 negative, it accelerates towards D2 and moves faster, describing a larger semicircle than before. If the frequency of the applied voltage is equal to the frequency of the revolution of the charged particle, then the particle receives a push and finally it acquires a very high energy. And in a cyclotron, the charged particle follows a spiral path. ഇനി സൈക്ലോട്രോണിൻ്റെ റെസണൻസ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. The condition in which the frequency of the applied voltage is equal to the frequency of revolution of the charged particle. ഈ കണ്ടീഷനെയാണ് നമ്മൾ സൈക്ലോട്രോണിൻ്റെ റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എ സൈക്ലോട്രോൺ. We have mv square by r is equal to qvb. Therefore, v is equal to qbr by m. Thus, kinetic energy half mv square is equal to q square b square r square by 2m. Q is the charge, b is the magnetic field, r is the radius and m is the mass. Then, limitations of cyclotron. According to theory of relativity, m is equal to m0 by root of 1 minus v square by c square, we know. At high velocities, the cyclotron frequency will decrease due to increase in mass and particle will become out of resonance. High velocity ആയി കഴിഞ്ഞാൽ മാസ് ഇൻക്രീസ് ചെയ്യുകയും സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ പാർട്ടിക്കിൾ തന്നെ റെസണൻസ് കണ്ടീഷനിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും എന്നാണ് നമ്മുടെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് പറയുന്നത്. അത് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനല്ല. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് 2 സിറ്റുവേഷൻസ് ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡിക്രീസിങ് ഫ്രീക്വൻസി ഓഫ് എ സി. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനെ നമ്മൾ സിങ്ക്രോട്രോൺ എന്ന് പറയും. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനെ സിങ്ക്രോ സൈക്ലോട്രോൺ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു ലിമിറ്റേഷനാണ് ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി അടുത്തൊരു ലിമിറ്റേഷൻ, ന്യൂട്രോൺസ് ബീങ് ഇലക്ട്രിക്കലി ന്യൂട്രൽ കനോട്ട് ബി ആക്സിലറേറ്റഡ് ഇൻ എ സൈക്ലോട്രോൺ. എന്തായാലും ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ട് ന്യൂട്രോണിന് എന്തായാലും പറ്റില്ല. ഇത്രയും ലിമിറ്റേഷൻസാണ് സൈക്ലോട്രോണിന് ഉള്ളത്. ഇനി യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു സ്റ്റഡി ന്യൂക്ലിയർ സ്ട്രക്ചർ, ഹൈ എനർജി പാർട്ടിക്കിൾസ് ഫ്രം സൈക്ലോട്രോൺ ആർ യൂസ് ടു ബോംബാർഡ് ന്യൂക്ലിയൈനെ ബോംബാർഡ് ചെയ്യാനും ഈ ഹൈ എനർജി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ യൂസ് ചെയ്യുന്നു. ടു ജനറേറ്റ് ഹൈ എനർജി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ടു ഇംപ്ലാന്റ് അയോൺസ് ഇൻ ടു സോളിഡ്സ്, അയോൺസിനെ സോളിഡാക്കി ഇംപ്ലാന്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ടു പ്രൊഡ്യൂസ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസിൽ ന്യൂക്ലിയർ മെഡിസിനിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഉപയോഗിച്ചു വരുന്നു.